കേരളത്തിന് എയിംസ് അനുവദിച്ചു എന്ന് ഇന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 11-ന് സ്ഥലം കൊടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മന്ത്രി എന്ന നിലയിലും പാർട്ടി ഭാരവാഹി എന്ന നിലയിലുമാണ് പറയുന്നത്. കേരളത്തിന് ആദ്യം എയിംസ് അനുവദിക്കൂ. കേരളത്തോടുള്ള നീതി നിഷേധമാണ് ഇതുവരെ എയിംസ് അനുവദിക്കാത്തതെന്നും മന്ത്രി പറഞ്ഞു. ആദ്യം നിങ്ങൾ കേരളത്തിന് എയിംസ് തരാൻ തയ്യാറാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കും. നാളെ രാവിലെ 11 മണിക്ക് സ്ഥലം തരും. എവിടെയാണെന്ന് സ്റ്റേറ്റ് പറയും. നിങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. ഞാൻ സുരേഷ് ഗോപിയോട് പറയുന്നു, കേരളത്തിന് നിങ്ങൾ എയിംസ് തരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നു, നാളെ രാവിലെ 11 മണിക്ക് എൻ്റെ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആൾ കൂടി ഞാൻ പറയുന്നു, 11 മണിക്ക് ഞങ്ങൾ സ്ഥലം തരും. അങ്ങനെ പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾ പ്രദേശത്ത് നോക്കുന്നത്? കേരളം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ? എന്താ ഇവിടെ കന്യാകുമാരി മുതൽ പാറശാല മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ കേരളം ഒന്നാണ്. ഞങ്ങൾ കേരളത്തെ ഒന്നായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ കേരളത്തെ വെട്ടിമുറിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ എവിടെ തുടങ്ങിയാലും അവിടെ എയിംസ് തുടങ്ങിയാൽ അവിടുത്തുകാർ മാത്രമല്ല ചികിത്സ കിട്ടുന്നത്. എന്താ എയിംസ് എന്ന് ആദ്യം മനസ്സിലാക്കൂ. എയിംസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജാണോ? എയിംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉന്നതമായ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്, അല്ലെ ഉന്നതമായ ചികിത്സാ സംവിധാനം ഉള്ള സ്ഥലമാണ്. നമ്മുടെ താഴെയുള്ള ആശുപത്രിയിൽ നിന്നെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾ ചെല്ലുന്നൊരു സ്ഥലമാണ്. അവിടെ പ്രത്യേക ചികിത്സാ കേന്ദ്രമാണ്. അവിടെ പോകാൻ വേണ്ടി കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പോകാൻ വേണ്ടി 5-6 മണിക്കൂർ മതി അവർക്കെല്ലാം ചെല്ലാം. അതിന് ആലപ്പുഴ തുടങ്ങിയാലും കോഴിക്കോട് തുടങ്ങിയാലും കാസർഗോഡ് തുടങ്ങിയാലും ഒരു പ്രശ്നമില്ല. എവിടെ വേണമെന്ന് തുടങ്ങാം.